ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജിനീസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞണ്ട് കുരുമുളകിട്ട ഒരു റോസ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഡ്രൈ മസാല റെഡിയാക്കാം. ഡ്രൈ മസാലയ്ക്കായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. കുരുമുളകാണ് നമ്മൾ മെയിൻലി ഇതിൽ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത്. പച്ചമുളകും എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആ എരിവ് കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് 1 കിലോ ക്രാബിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല റെഡിയാക്കുന്നത്. ഇനി ഇതിലോട്ട് പെരുംജീരകം 1 ടീസ്പൂൺ. നമുക്കിതിന് നല്ലപോലെ ഒന്ന് മസാല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ്ലി ഇത് ഇളക്കി കൊടുത്തേണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. മസാല ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ തണുത്തതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാൻ. അപ്പം മസാല തണുത്തിട്ടുണ്ട്, നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മൺചട്ടി എടുത്തിരിക്കുന്നത്. ഞണ്ട് റോസ്റ്റൊക്കെ ചെയ്യാൻ മൺചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെയാണ് നല്ലത്. കാരണം നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ പാൻ വേഗം ചീത്തയായി പോകും. ഞണ്ടിൻ്റെ കാലൊക്കെ അത് പോറിയിട്ടൊക്കെ വേഗം ചീത്തയായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ മൺചട്ടി എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി, ഒരു 15 ചെറിയ ഉള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട കാര്യമില്ല. ഏകദേശം ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വേവണം. ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം ഞാനിതിലോട്ട് ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലപോലെ കുഴഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തക്കാളി ഇപ്പം നല്ലപോലെ കുഴഞ്ഞ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിനി മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഒരു 1-2 മിനിറ്റ്, ഓൾറെഡി വറുത്ത് വെച്ചിരുന്ന കാരണം ഇനി ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ മസാലയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോ ഞണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഞണ്ട് ചേർത്ത ശേഷം നമുക്ക് ഈ മസാലയൊക്കെ ഞണ്ടിലോട്ട് നല്ലപോലെ പുരളുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മസാലയൊക്കെ ഞണ്ടിലോട്ട് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഞണ്ട് റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇടയ്ക്കിത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കുരുമുളകൊക്കെ ഇട്ട് കാരണം നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.